കാലം തെറ്റിയ മഴയാ. കൊടയെടുത്തില്ലല്ലോ ദൈവമേ. കുറച്ച് ദിവസമായി അച്ഛനോട് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്നേഹാലയത്തെക്കുറിച്ചാ. മുമ്പുണ്ടായിരുന്ന സാമുലച്ചൻ്റെ കാലത്താ നമ്മൾ ഈ സ്നേഹാലയം തുടങ്ങിയതേ. തുടക്കത്തിൽ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹാലയത്തിന്റെ നടത്തിപ്പ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായപ്പോൾ വാവച്ചന്റെ നിർദ്ദേശമനുസരിച്ച് സാമുലച്ചന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരു തീരുമാനമെടുത്തു. സ്നേഹാലയത്തിൽ മരിക്കുന്ന അനാഥരായ ക്രിസ്ത്യാനികളുടെ ശവശരീരം വാവച്ചന്റെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കാന്നു. അതിനു പകരമായി സ്നേഹാലയത്തിന്റെ ചെലവുകൾ വാവച്ചൻ നോക്കും. പക്ഷേ വാവച്ചൻ കൊണ്ടുവന്ന് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ പേര് ചേർക്കുന്നവരിൽ പലരും അക്രൈസ്തവരാണ്. കോളേജിലേക്ക് ആവശ്യമായ ഡെഡ് ബോഡികൾ ഉണ്ടാക്കുക മാത്രമാണ് വാവച്ചന്റെ ഉദ്ദേശം. അവസാന അത്താണിയായ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് കരുതിയാണ് ആ പാവങ്ങളൊന്നും പുറത്തു പറയാത്തത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഭിക്ഷയിരിക്കുമ്പോഴാണ് വാവച്ചൻ മുതലാളി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വരുന്ന വഴിക്ക് അങ്ങേര് എന്നോട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ ജോസഫാണ്, അതുകൊണ്ട് കഞ്ഞിയും മരുന്നും കിട്ടുമെന്ന്. കാലൻ്റെ വരവും കാത്തിരിക്കുന്ന ഈ വൃദ്ധന് ഇനി ജോസഫ് ആയാലെന്ത്, കൃഷ്ണനായാലെന്ത്, കണ്ണടയുന്നത് വരെ ഇത്തിരി കഞ്ഞിവെള്ളം കിട്ടണം, അത്ര തന്നെ. ഈ ശരീരത്തിന്റെ പേരല്ലേ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുള്ളൂ അച്ചോ. ആത്മാവിന്റെ പേര് മാറ്റാൻ പറ്റുമോ? സാരമില്ല അച്ചോ, എല്ലാ തെറ്റും എൻ്റെ തന്നെയാ. 3 മക്കൾക്ക് ജന്മം നൽകിയ ഒരു അച്ഛനാ ഞാൻ. എല്ലുമുറിയ പണിയെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകി, വിദേശത്ത് ജോലിക്കയച്ചു. പക്ഷേ മനുഷ്യത്വം മാത്രം പഠിപ്പിക്കാൻ മറന്നുപോയി. ഞാൻ വളർത്തിയ സ്വന്തം മക്കളിൽ നിന്ന് എനിക്ക് നീതി ലഭിച്ചില്ല. പിന്നെയാണോ നാട്ടുകാരി? അവൻ വഹിച്ച കുരിശിനേക്കാൾ ഭാരം മുറിവേൽക്കപ്പെട്ടവൻ്റെ മനസ്സിനായിരുന്നു. അവൻ പറഞ്ഞു, പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനോട് എങ്ങനെയായിരിക്കും? എന്തു പറ്റി? നമ്മുടെ സ്നേഹാലയത്തിൽ ഒരു അന്തേവാസി മരിച്ചുപോയി. ഇങ്ങനെ ഒരുപാട് നേരം കിടത്താൻ പറ്റത്തില്ലല്ലോ. വാവച്ചായന്റെ കോളേജിൽ നിന്ന് ബോഡി കൊണ്ടുപോകാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. കൊടുത്തേച്ചേക്കല്ലേ?
രാത്രി മുഴുവനും വേദന കൊണ്ട് കരയുകയായിരുന്നു. വെളുക്കാറായപ്പോഴാ മരിക്കും മുമ്പ് കൃഷ്ണേട്ടനൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് കൃഷ്ണേട്ടന്റെ ചിതയിരിക്കാൻ പോകുന്നു. താൻ എവിടുത്തെ കത്തനാരാടോ? ഒരു വൈദികനെ ചേർത്ത പണിയാണോ ഇത്? ഞങ്ങളെ വിശ്വാസികളെ പറ്റി താൻ എന്നതാ വിചാരിച്ചേ? ഞാനിപ്പോ ചെയ്തത് തന്റെ പാപങ്ങളുടെ പരിഹാരം. ഇന്നലെ വരെ അതൊരു കുമ്പസാര രഹസ്യമായിരുന്നു. ഇനി അങ്ങനെയല്ല. കൊന്നു തിന്നാൻ പാകത്തിന് ഇറച്ചിക്കോഴികളെ വളർത്തുന്ന പോലെ താൻ ഈ സ്നേഹാലയം വളർത്തിയത്. 7 തലമുറകൾ കഴിഞ്ഞാലും തന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല. കാത്തിരുന്നു. ഇനി വരുന്നത് ശിക്ഷാവിധിയാണ്.